നമസ്കാരം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, എന്തു പറ്റി ഈ സുരേഷ് ഗോപിക്കെന്ന്. ഞാൻ അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 30-35-40 വർഷമായി. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. കരുണാകരൻ്റെ സപ്തതിക്ക് ആഹാരം വിളമ്പാൻ നടക്കുമ്പോഴായാലും ശരി, മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹം പ്രചരണം നടത്തുന്ന ജീപ്പിൽ തൂങ്ങിക്കയറിയതായാലും ശരി, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. BJP പോയപ്പോഴും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഞാനല്ലാതെ വേറൊരു അല്പനുണ്ടാവാൻ പാടില്ല എന്ന് തോന്നുന്ന രീതിയിൽ എന്തൊക്കെ കള്ളങ്ങളാണ് ഈ മനുഷ്യൻ പറഞ്ഞതെന്ന് വെച്ചോക്കി. എന്തോ കലിംഗ സമ്മേളനം, തേങ്ങാ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂരിലുള്ള പാവങ്ങളെ വിളിച്ച് ഇരുത്തിയിട്ട് ഒരു കലിങ്കിൽ കയറിയിരുന്ന് എന്തെല്ലാം വങ്കത്തരങ്ങളാണ് ഈ മനുഷ്യൻ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന്. ശബരിമലയിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയൊരു ഇഷ്യൂ ഉണ്ടല്ലോ. ശബരിമലയിൽ കാണാതായ സ്വർണ്ണപ്പാളികളുടെ വാർത്ത മറച്ചു പിടിക്കാനാണത്രേ ദുൽഖറിനെയും പൃഥ്വിരാജിനെയും അവരുടെ വീടുകളിൽ കസ്റ്റംസും EDയും അന്വേഷിക്കുന്നത്. ഈ കലിംഗ സമ്മേളനത്തിൽ പുള്ളി പറയുകയാണ്, നമ്മുടെ സിനിമാക്കാരായ ദുൽഖറിനെയും പൃഥ്വിരാജിനെയൊക്കെ ഈ സ്വർണ്ണപ്പാളികൾ കട്ടെടുത്ത ഇവിടം കേരളം ഭരിക്കുന്ന സർക്കാർ അത് പുറത്തറിയാതിരിക്കാൻ കസ്റ്റംസിനെയും EDയും കൊണ്ട് ചെക്ക് ചെയ്യുന്നു എന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ മണ്ടത്തരങ്ങൾ പറയുന്നവരെ പൊട്ടൻ എന്ന് വിളിക്കാറുണ്ട്. അതിലും കൂടിയ ഐറ്റമാണെങ്കിൽ നമ്മൾ മരപ്പൊട്ടൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ വിളിക്കും നമ്മൾ. പക്ഷേ അതിനപ്പുറമാണെങ്കിൽ എന്ത് വിളിക്കും എന്നുള്ളതാണ്. കസ്റ്റംസ് ആയാലും ED ആയാലും കേന്ദ്രത്തിൻ്റെ സ്ഥാപനങ്ങളാണെന്നുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത ആളൊന്നും അല്ല ഈ വിദ്വാൻ. എന്നാലും മൈക്ക് കിട്ടിയാൽ വച്ച് കാച്ചുന്നത് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂരിലുള്ള ഒരു മണ്ടന്മാരാണെന്നാണ് പുള്ളി വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കസ്റ്റംസിനെയും EDയും പിണറായി വിജയൻ ഇറക്കി കളിക്കുകയാണ് പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെയൊക്കെ വീട്ടിൽ. അത് ഈ ഇടതുപക്ഷക്കാരായി നടക്കുന്ന മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയൊക്കെ വീട്ടിൽ EDയെ ഇറക്കി അല്ലെങ്കിൽ കസ്റ്റംസിനെ ഇറക്കി കളിക്കുകയാണ്. ഏത് ശബരിമലയിലെ സ്വർണം കട്ടത് അറിയാതിരിക്കാൻ. പൃഥ്വിരാജിനെയും ദുൽഖറിൻ്റെയും ഒക്കെ പിറകെ ഈ അന്വേഷണ ഏജൻസികൾ പാത്തും പതുങ്ങിയും നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി സുരേഷ് ഗോപി? ഇപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിലും കയറുന്നു. നിങ്ങളെ നെഞ്ചിലെ കല്ലിറങ്ങട്ടെ എന്ന് ഞാൻ പറയും. 200 വിദേശ കാറുകൾ ഭൂട്ടാനിൽ നിന്നും ആരൊക്കെയോ ആക്രി വിലയ്ക്ക് വാങ്ങി ബിഗ് ഷോപ്പറിലോ കഷത്തോ ഒക്കെ വച്ച് അതിർത്തി കടത്തി കൊണ്ടുവന്നു ഇന്ത്യയിലേക്ക്. കാരണം അതിർത്തിയിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പട്ടാളവും ഒന്നും അറിഞ്ഞില്ല ഈ 200 കാർ ഇന്ത്യയിലേക്ക് എങ്ങനെ വന്നത്. അപ്പോൾ ബിഗ് ഷോപ്പറിൽ വെച്ചായിരിക്കും കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മുണ്ടിൻ്റെ മിന്തിയിലോ കഷത്തോ ഒക്കെ വെച്ചായിരിക്കും കൊണ്ടുവന്നത്. അവയിൽ കുറച്ച് കാറുകൾ കോയമ്പത്തൂർ കള്ളക്കച്ചവടക്കാർ വഴി കേരളത്തിലെത്തിയത്രേ. അത്രയും കാറുകളെ പറ്റിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്ന അത്രേ. ബാക്കി ഈ കേരളത്തിൽ വന്നതിൻ്റെ ബാക്കി കാറുകളുണ്ടല്ലോ, ഒരു 180 കാറുകൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അത് കേരളത്തിലല്ല. പക്ഷേ രാജ്യസ്നേഹികളുടെ സംസ്ഥാനങ്ങളിൽ ആയതിനാൽ ഒരന്വേഷണവുമില്ല. കേരളത്തിലെ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇതാണ് ഈ യാഥാർത്ഥ്യം. പക്ഷേ സുരേഷ് ഗോപി സാർ പറയുന്നത് സ്വർണ്ണപ്പാളി വിഷയം മുക്കാൻ സംസ്ഥാന സർക്കാർ കളിക്കുന്ന കളിയാണ് ഇതെന്നാണ്. ഇത്ര തൊലിക്കട്ടി മുമ്പ് ഈ മനുഷ്യനുണ്ടായിരുന്നില്ല, സത്യമായിട്ടും ഇല്ലായിരുന്നു. ഒരു അല്പസ്വല്പമൊക്കെ പറയും. ഇപ്പം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വാക്കി ടോക്കി വെച്ചിട്ട് 4ാമത്തെ വരിയിലെ 6ാമത്തെ അമ്മച്ചിക്ക് പപ്പടം കിട്ടിയില്ല, ഓവർ. 7ാമത്തെ വരിയിൽ 4ാമതിരിക്കുന്ന ചേട്ടന് വെള്ളം കിട്ടിയില്ല, ഓവർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് വാക്കി ടോക്കി ഉപയോഗിച്ച് കല്യാണം നടത്തിയ അങ്ങനെ അല്പത്തരമൊക്കെ ഉണ്ട്, പണ്ടേ ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഉള്ള അത്രയും കടുകട്ടിയായ അസുഖം ആയിരുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. തലയെടുത്ത 2 ആൺമക്കളുണ്ടല്ലോ, തലപ്പൊക്കം വെച്ച 2 ആൺമക്കൾ, അവരെങ്കിലും പറയണമായിരുന്നു, അച്ഛാ ഞങ്ങളിങ്ങനെ നാറ്റിക്കരുത്. നിങ്ങൾ കേന്ദ്രമന്ത്രിയും MPയും കോപ്പുമൊക്കെ തന്നെ, പക്ഷേ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളമ്പി ഞങ്ങളെ നാറ്റിക്കരുത് അച്ഛാ എന്നെങ്കിലും പറയണം. പക്ഷേ അതിന് വരെ മക്കൾ പറഞ്ഞെന്തിനറിയാം, അച്ഛനെ പറ്റി ആ ശാന്തിയുള്ള ദിനേശ് പറയുന്ന ചില കമൻറ്റുകൾ അച്ഛനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു. എടാ, ഞാൻ വേദനിപ്പിക്കാവുന്ന ഒന്നും പറയുന്നില്ല. നിൻ്റെ അച്ഛൻ കാണിക്കുന്ന ഈ ഇതുപോലുള്ള വങ്കത്തരങ്ങൾ നിർത്തിയാൽ മതി, നിങ്ങൾക്ക് നാണക്കേടില്ലാതിരിക്കാം. ഇതിലപ്പുറം ഞാൻ പറയുന്നില്ല. കാരണം ഇത് നമ്മുടെ ഒരു സിനിമാ ചാനലായതുകൊണ്ട് സിനിമാക്കാരെ പറ്റി സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മുടെ 700-നടുത്ത് എന്തോ എത്തി സ്റ്റോറികൾ. ഒരു 100 എപ്പിസോഡെങ്കിലും മറ്റ് ചാനലുകൾക്ക് ഞാൻ ഇൻ്റർവ്യൂവും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതോ ശ്രദ്ധിച്ചവർക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നസീർ സാറിനെ കുറിച്ചാണ്.
എനിക്ക് ആ വലിയ മനുഷ്യനെ എന്താ പറയുക ഒരിക്കലും എഴുത്തി കാണിക്കാൻ കഴിയില്ല. എൻ്റെ സ്വകാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, മരിച്ചുപോയ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും ഫോട്ടോ ഞാൻ വച്ചിട്ടില്ല. അനിയൻ്റെ ഫോട്ടോ ഒന്നും വച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ 2 പേരുടെ ഫോട്ടോയേ ഉള്ളൂ. കയറി വരുന്നിടത്ത് നസീർ സാറും ഞാൻ എഴുതാനിരിക്കുന്നിടത്ത് JC സാറും. അതാരെയും ബോധ്യപ്പെടുത്താനൊന്നുമല്ല, ആരെയും ഇന്നും ടാക്സ് വാങ്ങിക്കാനുമല്ല. പക്ഷേ ഒരു ആവശ്യവുമില്ലാതെ നസീർ സാറിനെ കരിവാരി തേക്കാൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തും ഏതും പറഞ്ഞ് ഒരു വിവാദത്തിന് തിരികൊളുത്താൻ പറ്റുമോ എന്ന് നോക്കിയിരിക്കുന്ന ചിലരുണ്ടല്ലോ. ഇവിടെ യൂട്യൂബർമാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഫോൺ കൊണ്ട് നടക്കുന്ന എംബോക്കികൾ. യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഇവരുടെ വിളയാട്ടമാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. അതുപോലെ തന്നെ ശാന്തിയുള്ള ദിനേശ് എന്ന പേര് ഉപയോഗിച്ചാലോ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ വരുന്ന ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ ഒരു 5-10 സെക്കൻഡ് ചുരണ്ടി, ആ വിഷ്വൽ ചുരണ്ടി എൻ്റെ 2-3 എന്താ പറയുക ഫോട്ടോകളൊക്കെ ഇട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിച്ച് എവിടുന്നെങ്കിലും കിട്ടുന്ന എൻ്റെ മോന്തയുടെ ആ മുഖം വച്ച് തന്നെ നമുക്ക് കാർഡും ഉണ്ടാക്കും. എൻ്റെ തിരുമോന്ത കണ്ടാൽ 10 പേര് കാണുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ എപ്പിസോഡുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഇവിടെ. നാളെ സിനിമാ കഥകൾ നന്നായി പറയാൻ അറിയാവുന്ന ഒരാൾ വരുന്നതുവരെ എന്നെ വിറ്റെടുക്കാമെന്ന ഒറ്റ ചിന്തയിലല്ലാതെ സത്യസന്ധമായി ഒരു എഴുത്തോ പ്രോഗ്രാമോ യവന്മാർക്ക് ഉണ്ടാക്കാനാവുന്നില്ല എന്നതാണ് പ്രശ്നം. യൂട്യൂബ് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. അതെനിക്ക് തുറന്നു പറയാൻ അഭിമാനമേ ഉള്ളൂ. ഞാൻ യൂട്യൂബിനെയും കാണുന്ന സിനിമയായിട്ടാണ്. ഞാനൊരു സിനിമാക്കാരനായതുകൊണ്ടാണല്ലോ ഈ യൂട്യൂബ് നടത്താൻ പറ്റുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഭംഗിയായിട്ട് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു യൂട്യൂബും കാണാറില്ല മറ്റുള്ളവരുടെ. കാരണം അതിൽ പലതും നമ്മുടെ മനസ്സിലേക്ക് ചേക്കരുത്, നമ്മൾ കോപ്പി അടിച്ചതുപോലെ ആവും. അതുകൊണ്ട് ഞാനൊരു യൂട്യൂബും കാണാറില്ല. പക്ഷേ നമ്മുടെ തലയിലൂടെ ഒരേ വിഷയത്തിൻ്റെ തന്നെ കോപ്പികൾ പലരും തട്ടിത്തരും. അപ്പോൾ എന്താണ് സംഭവമെന്ന് നോക്കാതിരിക്കാനാവില്ലല്ലോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞതൊന്നും ഈ മണ്ടന്മാർ കേട്ടത് മറ്റൊന്നുമായി ഞാൻ അറിയുന്നത്. എൻ്റെ പേരിൽ സൈബർ കേസുകൾ വന്നപ്പോൾ ഞാനവിടെ പോയിട്ടുണ്ട്. എന്നല്ലാതെ ഞാനൊരു സൈബർ പെറ്റീഷനുമായും ഇന്ന് വരെ ഒരു സൈബർ പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയും ഞാൻ അയച്ചിട്ടില്ല. എന്തിന് പറയട്ടെ, എഴുതട്ടെ എന്ന് ഞാൻ കരുതും. ഞായറാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലെ പുതിയ എപ്പിസോഡ് വന്നാൽ നിമിഷങ്ങൾക്കകം ഫേസ്ബുക്കിൽ ഏതോ ഒരു കള്ളൻ എടുത്ത് പോസ്റ്റ് ചെയ്ത് പൈസ അടിക്കുന്നു. കുറേ കാലമായിട്ട് അവൻ്റെ പണി അതാണ്. 8 മണിക്ക് നമ്മുടെ ഈ പ്രോഗ്രാം വന്ന് 8:02 ഫേസ്ബുക്കിലേക്ക് അവൻ എടുത്തിടും, അവൻ്റെ അച്ഛൻ്റെ വക പോലെ. അങ്ങ് വടക്കെവിടെയുള്ള ഒരുത്തനാണ്. എവിടെ ഏത് ജില്ലക്കാരെന്നൊക്കെ നമുക്ക് ട്രേസ് ചെയ്ത് വേണമെങ്കിൽ പിടിക്കാം. പക്ഷേ ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇങ്ങനെ ചെയ്യുന്ന വൃത്തികെട്ടവനെതിരെ സൈബർ പരാതിയോ യൂട്യൂബിന് പരാതിയോ ഞാൻ കൊടുത്താൽ അവൻ്റെ കട്ടയും പടവും മടങ്ങും എന്നുള്ളത് എനിക്കറിയാം. ഞാനത് ചെയ്യില്ല. അവൻ കൊണ്ടുപോട്ടെ എന്ന് വിചാരിക്കും. എൻ്റെ പ്രോഗ്രാമുകൾ ഒരു മറയുമില്ലാതെ ചുരണ്ടി പലരും പലതും ഉണ്ടാക്കുന്നു. അതും ഒരു മെയിൽ മാത്രം മതി, ഒരു ഇമെയിൽ അയച്ചാൽ അവസാനിപ്പിക്കാം. എന്തിന് ഇങ്ങനെ ചുരണ്ടി മാത്രം എത്ര കാലം ഒരു യൂട്യൂബ് ചാനൽ നിലനിർത്താനാകും? ചത്തുപോകും അത്. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനെന്നേ എൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞ് അതിൻ്റെ പിറകെ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കാറ്. നമ്മളെ പരാതി പറയാൻ ചെല്ലുന്നവരെ ബഹുമാനിക്കാൻ പഠിക്കാത്തവരുടെ ധാർഷ്ട്യം നമ്മളെന്തിന് കാണണം? ഇത്രയും വിശദമായി ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞത് ഇവിടെ പ്രേം നസീർ എന്ന നല്ല മനുഷ്യനെ ദൈവമാക്കാനും മുസ്ലിങ്ങളുടെ മാത്രം വ്യക്തിയാക്കാനും ബോധപൂർവമായ ശ്രമം ചില വിവരദോഷികൾ കുറച്ചു കാലമായി നടത്തുന്നു. അത് ഈ യൂട്യൂബൊക്കെ വന്ന ശേഷമാണ്. അതിനു മുമ്പ് നസീർ സാറിനെ അങ്ങനെ കണ്ടിരുന്നില്ല. ഇപ്പോൾ യൂട്യൂബ് പ്രാവർത്തികമായപ്പോൾ നസീർ സാറിനെ ഒരു ദൈവമാക്കുക, ഒരു കുറ്റവും തെറ്റുമില്ലാത്ത ദൈവമായിട്ട്. ശ്രീകൃഷ്ണൻ പോലും തെറ്റുകളും ചതിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീരാമൻ ചെയ്തിട്ടില്ലേ, സ്വന്തം ഭാര്യയോട് പോലും. പക്ഷേ നസീർ സാർ അങ്ങനെ ഒന്നും ചെയ്യാത്ത ദൈവപുത്രനാണ്. പിന്നെ ഞങ്ങളുടെ ആളുമാണ്, നമ്മളുടെ ആൾ
അല്ലാതെ നീയൊക്കെ ഒരു അവകാശവും അത് ഉന്നയിക്കേണ്ട, ഞമ്മണ്ട ആളാണ് എന്ന് ബോധ്യമാക്കാനായിട്ടൊരു ശ്രമം നടക്കുന്നു. എന്നാൽ ഇവിടെ തിരുവനന്തപുരത്ത് പ്രേം നസീർ ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയുണ്ട്. നമ്മുടെ പ്രശസ്ത നിർമ്മാതാവ് ജി സുരേഷ് കുമാറാണ് പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ. അവർ 2000 രൂപ ഫൗണ്ടേഷനിലായി അടച്ചാൽ നസീർ സാറിൻ്റെ വലിയൊരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളുമുള്ള ആത്മകഥാംശമുള്ള ഒരു പുസ്തകം, വലിയ പുസ്തകമാണ്. 2000 രൂപ നിങ്ങൾ ഫൗണ്ടേഷനിലേക്ക് സംഭാവനയായി അടച്ചാൽ ഈ പുസ്തകം സൗജന്യമായി കിട്ടും. നിത്യഹരിതം എന്നാണ് അതിൻ്റെ പേര്. പ്രേം നസീർ ഫൗണ്ടേഷനിൽ 12 പേരുണ്ട്. അവരിൽ 4 പേർ ഹിന്ദുക്കളും 8 പേർ മുസ്ലിങ്ങളുമാണ്. ഈ പറഞ്ഞ 8 പേരും, ഈ 8 മുസ്ലിങ്ങളും നസീർ സാറിൻ്റെ എന്താ പറയുക ബന്ധുക്കളുമാണ്. അവരിൽ നസീർ സാറിൻ്റെ സഹോദരി ഭർത്താവ് അളിയൻ മുൻ MP ആയ തലക്കുന്നിൽ ബഷീറും മകൻ ഷാനവാസും മരണപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പോൾ 6 പേരേ ഉള്ളതിൽ. അവരിൽ പ്രേം നസീർ ഫൗണ്ടേഷൻ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് സംസാരിക്കും. എൻ്റെ നസീർ സാറിനെ പറ്റിയുള്ള പ്രോഗ്രാമിനെ അഭിനന്ദിക്കുകയും പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ടാവണേ എന്ന് എന്നോട് പറയുകയും ചെയ്യാറുണ്ട്. എനിക്കത് സന്തോഷം നൽകുന്ന കാര്യമാണ്. നസീർ സാറിൻ്റെ ആധികാരികമായ രേഖയായി പറയാവുന്ന ഈ നിത്യവസന്തം എന്ന ജീവചരിത്രത്തിൽ ചെയർമാനായ ജി സുരേഷ് കുമാറിൻ്റെ ഒരു കുറിപ്പുണ്ട്. ഒരു ദിവസം വഴുതക്കാട്ടുള്ള സുരേഷ് കുമാറിൻ്റെ ഫ്ലാറ്റിൽ ഈ പുസ്തകത്തിൻ്റെ ചീഫ് എഡിറ്ററായ അഷ്റഫും താജ് ബഷീറും മറ്റ് ചിലരുമായി സുരേഷ് കുമാറിനെ കാണാൻ ചെന്നു. നസീർ സാറിൻ്റെ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ആകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സുരേഷ് കുമാർ പറയുന്നത്, ഞാൻ അവിടെ കേട്ടത് അവരുടെ സ്വരമല്ല, നസീർ സാർ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. കുറച്ച് നാൾ നീ ഇതിൻ്റെ തലപ്പ് തിരിക്കണം, ഒരു നിയോഗം പോലെ എന്ന് നസീർ സാർ പറയും പോലെ തോന്നി. പ്രേം നസീറിനായി മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ അല്ലെങ്കിൽ ഒഴുക്കുന്നവന്മാർ ചുരുങ്ങിയത് നിത്യഹരിതം എന്ന പുസ്തകമെങ്കിലും വായിക്കണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അല്ലാതെ നിനക്കൊന്നും പ്രേം നസീർ എന്ന മഹാൻ്റെ ഗുണഗണങ്ങൾ അറിയില്ല, മഹത്വം അറിയില്ല, അദ്ദേഹത്തിൻ്റെ മാനവ സംസ്കാരവും നിനക്കൊന്നും അറിയില്ല. സംസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ് നിനക്കൊക്കെ ഇതൊന്നും അറിയാൻ പറ്റാത്തത്. ആകെ അറിയാവുന്നത് ജീവിതകാലം മുഴുവൻ മനുഷ്യസ്നേഹിയായി ജീവിച്ച അദ്ദേഹത്തെ മുസ്ലിം ചാപ്പ കുത്തി സ്വന്തം പക്ഷത്ത് നിർത്താൻ മാത്രമേ നിനക്കൊക്കെ അറിയാവൂ എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിലും നസീർ സാറിനെ മോശമായി പറഞ്ഞിട്ടേയില്ല. പക്ഷേ മതമിളകിയ മതഭ്രാന്തന്മാർക്ക് ഞാൻ നസീർ സാറിനെ എഴുത്തുന്നവനായി കാണാനാണ് താല്പര്യം. എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഞാൻ നസീർ സാറിനെ വളരെ പുച്ഛത്തോടെ സംസാരിക്കുന്ന ഒരാളാണെന്ന് ചാപ്പ കുത്താൻ നടക്കുകയാണ്. പക്ഷേ അത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാം ചെയ്യേണ്ടി വന്നത് ഒരുത്തൻ എന്നല്ല, ഒരു വിവരദോഷി എഴുതിയ ഒരു ആർട്ടിക്കിൾ എനിക്കൊരാൾ അയച്ചു തന്നത് വായിച്ചതിൽ നിന്നാണ്. എഴുതിയതിൻ്റെ പേര് പറഞ്ഞാൽ വക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ കണക്ക് അവനത് ഒരു താമ്രപത്രമായി കാണും. അതുകൊണ്ട് അവൻ്റെ പേര് പറയുന്നില്ല. എനിക്ക് ചിലരെ പരിചയമുള്ള പ്രേം നസീർ ഗ്രൂപ്പ് എന്ന ഫേസ്ബുക്കിലാണ് ഈ വിവരദോഷിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ അഡ്മിനെങ്കിലും പറയണമായിരുന്നു, എടാ ഇങ്ങനത്തെ ദോഷങ്ങളതൊക്കെ എഴുതി വെച്ച് ദിനേശ് ഇങ്ങനെയൊക്കെയാണെന്ന് പറയരുതെന്ന് പറയാനുള്ള മര്യാദ അവന്മാർ കാണിക്കണമായിരുന്നു. അവരും അത് കാണിച്ചില്ല. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന ശാന്തിയുള്ള ദിനേശിൻ്റെ യൂട്യൂബ് ചാനൽ പരിപാടിയാണത്രേ ഇതെഴുതാൻ ഈ മഹാനെ പ്രേമിച്ചത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ പ്രേരിപ്പിച്ചത് എന്നാണെന്നാണ് അവൻ മനസ്സിൽ വിചാരിച്ചത്. അത്രയും വിവരമേ ഉള്ളൂ കേട്ടോ അവന്. ഇതെഴുതാൻ ഈ മഹാനെ പ്രേമിച്ചത് അവൻ തന്നെ എഴുതിയിരിക്കുക, പ്രേരിപ്പിച്ചതെന്ന് എഴുതിയതാണ്. ഇതിൽ മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ എന്ന എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിന് 2-3 എപ്പിസോഡിലും, ഇതിനു മുമ്പ് 2-3 എപ്പിസോഡിലും നസീർ സാറിനെ ആക്ഷേപിച്ച് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അതിലൊന്ന്, അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ് 4000 രൂപ പെൻഷൻ അപേക്ഷിച്ചു എന്ന വാർത്ത ആണത്രേ. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് അവൻ അറിയില്ല എന്നാണ് പറയുന്നത്. എടാ, അറിയാത്ത കാര്യങ്ങൾക്ക് എന്തിനായി ഇറങ്ങി പുറപ്പെടുന്നത് ഈ മഹാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിവരാവകാശം വഴി 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച്
സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഇക്കാര്യം ചോദിച്ചാൽ പോരെ? അതിനുള്ള വിവരം ഈ എഴുതിയവന് കാണൂല. ഇവൻ പള്ളിക്കൂടത്തിൽ ഒന്നാമത് പള്ളിക്കൂടത്തിൽ പോകാത്തവന്മാരായിരിക്കും. അന്ധമായ മതവിശ്വാസം കൊണ്ടു നടക്കുന്നവരൊന്നും പള്ളിക്കൂടത്തിലോ നല്ല പുസ്തകം വായിക്കുകയോ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉള്ളവനോ ആയിരിക്കില്ല. എന്നാൽ ഈ വിവരാവശ്യം വഴി അപേക്ഷിക്കാൻ അറിഞ്ഞൂടാന്ന് വെച്ചോ. തിരുവനന്തപുരത്തെ കോട്ടണിൽ സ്കൂളിൻ്റെ എതിർവശത്തുള്ള റോഡിൽ വലിയ നീല ബോർഡ് വെച്ച സ്ഥാപനമാണ് സാംസ്കാരിക ക്ഷേമനിധി ഓഫീസ്. അവിടെ ചെന്ന് PR ശ്രീകാന്തിനെ കണ്ട് ഈ വിവരം തിരക്കിയാൽ പോരെ? നസീർ സാറിൻ്റെ മകൻ ഷാനവാസിന് ഇവിടെ അംഗത്വമുണ്ടോ? അദ്ദേഹം 4000 രൂപ പെൻഷൻ വാങ്ങിയിരുന്നോ? ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതിൻ്റെ പകുതി പെൻഷൻ 2000 രൂപ വെച്ച് കിട്ടുമോ? ഷാനവാസ് മരിച്ചപ്പോൾ മരണാനന്തര ചിലവായി 10000 രൂപ കൊടുത്തിരുന്നോ എന്നൊക്കെ പോയി ചോദിക്കടാ. അതിന് വരെ വെറുതെ ഫേസ്ബുക്കിൽ കൊണാന്ന് എഴുതി വെച്ചാൽ മതി. ഷാനവാസ് എന്ന് പെൻഷൻ അപേക്ഷിച്ചു എന്നു മുതൽ പെൻഷൻ കൊടുത്തുവെന്ന് അറിയാനാകും. നമ്മുടെ ശ്രീകുമാരേട്ടൻ P. ശ്രീകുമാർ, സംവിധായകനും നടനുമായ P. ശ്രീകുമാർ ചെയർമാനായി ഇരിക്കുമ്പോഴാണല്ലോ ഞാനവിടെ ഡയറക്ടറായിരുന്നത് 5 വർഷം. P. ശ്രീകുമാറിനെ എവിടെയെങ്കിലും വെച്ച് നേരി കാണുമ്പോൾ ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞു തരും, കൃത്യമായിട്ട് പറഞ്ഞു തരും. ഷാനവാസ് ഞാനിരിക്കുമ്പോഴാണല്ലോ അയാൾക്ക് പെൻഷൻ അനുവദിച്ചതെന്ന് പറയും. കൊടുക്കാത്ത പെൻഷൻ കാര്യം ഞാൻ എന്തിനാ എൻ്റെ നല്ല സുഹൃത്തായിരുന്ന ഷാനവാസിനെ പറ്റി പറയുന്നത്? ഇത് എഴുതും മുമ്പ് അവ അതെങ്കിലും ആലോചിക്കണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് എന്താണ് ഗുണം? ഞാൻ പറഞ്ഞത് 100% സത്യസന്ധമായ കാര്യമാണ്. പിന്നെ പ്രധാനമായും ദിനേശ് ആക്ഷേപിച്ചിരിക്കുന്നത് നസീർ സാർ അഭിനയിച്ച ചിത്രങ്ങളുടെ കാര്യത്തിലാണത്രേ. പ്രേം നസീർ അഭിനയിച്ച 650 പരം ചിത്രങ്ങളുടെ പേര് ഈ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മഹാൻ കണ്ടിട്ടുണ്ട് അത്രേ. ദിനേശ് പറയുന്നത് 500 പരം ചിത്രങ്ങൾ എന്നാണ്. അപ്പോൾ അവ 650 ചിത്രങ്ങളുടെ ലിസ്റ്റ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടത്ര വിവരം വേണം, ഇല്ലെങ്കിൽ വിവരമുള്ളവർ കുറിക്കുന്നത് വായിക്കാൻ അറിയണം. ഇത് രണ്ടും ഈ മഹാനില്ല എന്നതാണ് ഈ ഫേസ്ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. 650 പരം സിനിമകളുടെ ലിസ്റ്റ് ഈ ഫേസ്ബുക്ക് എഴുതിയവൻ്റെ ഉണ്ടെങ്കിൽ വിടറ പരസ്യമായിട്ട് ഇതാ നസീർ സാർ അഭിനയിച്ച 650 പടത്തിൻ്റെ പേര് കേട്ടോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടാൽ പോരെ? ഒന്ന് കാണട്ടെ. നസീർ സാറിനെ പറ്റിയുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ നേരത്തെ പറഞ്ഞ ചരിത്ര പുസ്തകത്തിൽ ഈ ഫൗണ്ടേഷൻ്റെ 8 അംഗങ്ങൾ നസീർ സാറിൻ്റെ ബന്ധുക്കളാണെന്ന കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഈ പുസ്തകത്തിൽ നസീർ സാർ പഠിച്ച കാലത്തെ ഹാജർ ബുക്ക് അടക്കം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മുഴുവൻ അതിൽ ഭാഗഭാക്കായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ആദ്യമായി നസീർ സാറും സത്യൻ മാഷും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന പടം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, പൂർത്തിയാകാതെ പോയ K. ബാലകൃഷ്ണൻ്റെ ത്യാഗസീമ. ആ ത്യാഗസീമയെക്കുറിച്ച് പോലും വിശദമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ത്യാഗസീമ പൂർത്തിയാകാതെ പോയതിനാൽ 1952 പുറത്തു വന്ന പോൾ കല്ലിങ്കൽ നിർമ്മിച്ച് SK ചാരി സംവിധാനം ചെയ്ത് നെയ്യാറ്റിങ്കര കോമളാമ്മ നായികയായ സ്ക്രീനിൽ ആദ്യമായി വന്ന മരുമകൾ മുതൽ 1990 അവസാനമായി പുറത്തു വന്ന മുടങ്ങിപ്പോയതിനാൽ നസീർ സാറിന് ഡബ്ബ് ചെയ്യാനാകാതെ പോവുകയും ഷമ്മി തിലകൻ നസീർ സാറിന് ശബ്ദം നൽകുകയും ചെയ്ത കടത്തനാടൻ അമ്പാടി വരെ 500 മലയാള ചിത്രങ്ങളുടെ വർഷം, സംവിധായകൻ, നിർമ്മാതാവ്, നായിക എന്നിവരുടെ കൃത്യമായ പേരുണ്ട്. ഒപ്പം ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നും ഈ പുസ്തകത്തിലുണ്ട്. എടാ അതൊന്ന് വാങ്ങിയില്ല. അല്ലാതെ 650 സിനിമയുടെ ലിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ പുറത്തു വിടില്ല എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ, വങ്കത്തരമല്ലേ? ചുണയുണ്ടെങ്കിൽ നീ ഈ പറയുന്ന 500 അല്ല, കടത്തനട അമ്പാടി വരെ അല്ല, 650 ചിത്രങ്ങളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാമെന്ന് കൊണ്ടുപോവാ. അതിന് പകരം ഫേസ്ബുക്കിൽ എന്നെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നന്ദി, നമസ്കാരം.